ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 28ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഈ ബോസ് ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നിരീക്ഷിക്കുകയാണ്, അതായത് സ്ക്രീൻ വഴി. അവരെല്ലാവരും ഗെയിമിലുള്ള ആൾക്കാരെയാണ് നിരീക്ഷിക്കുന്നത്. ഇതേ നേരം തന്നെ മറ്റേ സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെ അവിടെ അടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കൈ കെട്ടിയിട്ട് അവിടെ തറയിരുത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ രീതിയിലാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഹീറോയിനെയും ആ ബാക്കിലുള്ള സോഫയിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ തലയിൽ VR വെച്ചിട്ടുണ്ട്. അവർ ഗെയിമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിനുശേഷം ഗെയിമിനുള്ളിലാണ് കാണിക്കുന്നത്. ഹീറോ ആണെങ്കിൽ ഏതോ കെട്ടിടത്തിന്റെ മണ്ടയിലോട്ട് ഓടി വരുവാണ് കേട്ടോ. അപ്പൊ നോക്കുവാണെങ്കിൽ ഹീറോയിൻ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ഹീറോന്റെ അടുത്ത് പറയാണ്, എനിക്ക് ഈ ലോകത്ത് ജീവിച്ച് ഒരു ഇതില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്റെ മുത്തശ്ശി മരിച്ച്, അച്ഛനാണെങ്കിൽ പിണങ്ങിപ്പോയി, എന്നെ കൊണ്ട് ഇനി ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല, നിനക്ക് എന്നെ കാട്ടി നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ മണ്ടയിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടുകയാണ്. അതായത് അതിന്റെ മണ്ടയിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇത് ഒറിജിനൽ ലൈഫല്ല, ഇത് വെറും ഗെയിമാണ്. ബോസ് പ്രോഗ്രാം ചെയ്ത വെറും ഒരു ഗെയിം മാത്രമാണ്. ഇതേ നേരം ബോസിനെ കാണിക്കുന്നുണ്ട്. ബോസിന്റെ അടുത്ത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ പലതവണയായിട്ട് പറയുന്നുണ്ട്, ഇത് ശരിയല്ല, ഇത് നിർത്ത്, ഇനി നിനക്ക് മാറാൻ സമയമുണ്ട്, ആ കുട്ടികൾ ഇതുവരെ ജീവിച്ചു പോലും തീർന്നിട്ടില്ല, അവരെ ദ്രോഹിക്കാതെ നിനക്കൊരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചൂടെ, സ്വന്തം മോള് പോയെന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും പെരുമാറേണ്ട കാര്യമില്ല, ബാക്കിയുള്ള ആൾക്കാരുടെ ജീവൻ തന്നെയാണ്, അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുകയാണ്. എന്നാൽ ബോസിന് മാറാൻ ഒരു തീരുമാനമില്ല കേട്ടോ. ബോസ് വീണ്ടും അവരെ ദ്രോഹിക്കാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ താഴോട്ടിറങ്ങി ഓടി വന്നേക്കാണ്. കാരണം ഹീറോയിൻ തറയിൽ വന്ന് വീണില്ലേ, അവൾക്ക് എന്താ പറ്റി, അവൾക്ക് ജീവനുണ്ടോന്നൊക്കെ വന്ന് നോക്കാണ്. എന്നാൽ അവൾ മരിച്ചു പോയി കേട്ടോ. അപ്പൊ അവ അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നേരത്ത് അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു സ്മൈലി കിട്ടുകയാണ്. അതായത് ഹീറോയ്ക്ക് കൊടുത്തൊരു സ്മൈലി ഇല്ലേ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്മൈലി, അത് അവന് കിട്ടുകയാണ്. എന്നാൽ അതെടുത്ത് നോക്കുന്ന സമയത്താണ് അവൻ അത്ഭുതപ്പെടുന്നത്. കാരണം ആ സ്മൈലിയിൽ ഒരിക്കലും ചിരിക്കുന്ന ഫേസ് അല്ല, വിഷമിച്ചിരിക്കുന്ന ഫേസ് ആണ്. അതൊരു സ്മൈലിയുടെ ഫേസേ അല്ല. അപ്പൊ അവന് മനസ്സിലായി, ഇതൊരിക്കലും ഒറിജിനൽ അല്ല, ഇത് ഫേക്ക് വേൾഡ് ആണ്, ഇത് ബോസിന്റെ വെറും കളികളാണ് അവന് മനസ്സിലായി. ഇതേ നേരം തന്നെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും വെറും ഹോളോഗ്രാമിലോട്ട് മാറുകയാണ്. ഈ ഹോളോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ ഒരു ആനിമേഷൻ ആയിട്ട് അങ്ങ് മാറുകയാണ്. ഇതിനുശേഷം ബോസിനെ കാണിക്കുകയാണ്. ബോസ് സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെ അവിടെ കെട്ടിവെച്ചേക്കല്ലേ. എന്നാൽ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ വെറുതെ നിരുന്നില്ല കേട്ടോ. ആ സൈഡിൽ ഒരു സെർവർ ഉണ്ട്, അതായത് ഈ വയറൊക്കെ തമ്മിൽ കണക്ട് ചെയ്യും, അത് ഗെയിമിലോട്ട് കണക്റ്റഡ് ആണ്, അത് തള്ളി തറയിടാണ്. അതായത് ആ സെർവർ തള്ളി തറയിടാണ്. അപ്പൊ കുറെ വയറിന്റെ കണക്ഷനൊക്കെ വിട്ടുപോയി, ഗെയിമിൽ കുറച്ച് ബഗ്സ് വന്ന്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഹീറോ ഗെയിമിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അതായത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ തള്ളിയിട്ടുണ്ട് മാത്രമാണ് ഇപ്പൊ ഹീറോ ബോധത്തിലോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഹീറോ ബോധത്തിൽ നിന്ന് എണീക്കുന്ന നേരത്ത് ചുറ്റും ആരും അനങ്ങുന്നില്ല. അതായത് ആ ബോട്ട്സ് പോലും അനങ്ങുന്നില്ല, ബോട്ട്സ് എല്ലാം അനങ്ങാതെ അങ്ങ് നിൽക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുകയാണ്. അവർക്കൊന്നും ബോധമില്ല കേട്ടോ. എന്തായാലും ഹീറോ പതിയെ എണീക്കുകയാണ് കേട്ടോ. പക്ഷെ ഹീറോയ്ക്ക് നടക്കാനൊന്നും വയ്യ, ഭയങ്കര വേദനയും ക്ഷീണമൊക്കെ ഉണ്ട് ദേഹത്തിന്. എന്നാലും അവൻ പതിയെ നടന്നിട്ട് ഹീറോയിന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ഹീറോയിനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. ഹീറോയിൻ എണീക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ ആണെങ്കിൽ പേടിച്ചിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഒരേപോലത്തെ സ്വപ്നമാണ് കേട്ടോ. അതായത് എല്ലാ സ്വപ്നവും കണക്റ്റഡ് ആണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള ആൾക്കാരൂടെ എണീക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ സെർവർ റൂം തട്ടിയിട്ടുണ്ട്, അതായത് ആ സെർവറില്ലേ ആ കണക്ഷൻ അത് തട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ ബോധത്തിൽ വരികയാണ്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം, അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അവര് ഒറിജിനൽ ലൈഫിൽ ജീവിക്കുന്ന കണക്കായിരുന്നു അവർക്ക് തോന്നിയത്. എന്നാൽ അങ്ങനെയല്ല, അവരിപ്പോഴും ഗെയിമിനുള്ളിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ആ ഡോർ ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ. അതായത് ഈ ബോസ് വെറുതെ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പണി മാത്രമാണ്. അതായത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെ അവിടെ അത് നോക്കാൻ, അതായത് ഇത് നിരീക്ഷിക്കാനായിട്ട് ഇരുത്തിയില്ല. പുള്ളിക്കാരൻ ഡോറ് തുറക്കണതിന് മുമ്പ് ഈ ബോസ് വന്നിട്ട് അയാൾ അടിച്ച് ബോധം കെടുത്തി കളഞ്ഞു. എന്നിട്ട് അവിടെ കെട്ടിയിടാണ് ചെയ്തത്. ബാക്കി നമ്മൾ ഇത്രയും നേരം കണ്ടതെല്ലാം ഈ ബോസിന്റെ വെറും ഒരു പ്രോഗ്രാം മാത്രമായിരുന്നു, മാനിപ്പുലേഷൻ ആയിരുന്നു ഇത്രയും നേരം. ഇതിനുശേഷം എല്ലാവരും ബോധത്തിലോട്ട് വരുമല്ലേ. അപ്പൊ ഈ അച്ഛനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് ഈ ഡോറ് തുറക്കുന്നത്. അതായത് ആ ഡോർ ഒരിക്കലും പാസ്വേഡ് വെച്ചോ അങ്ങനെയൊന്നും അല്ല തുറക്കുന്നത്. അതായത് ഒരു ക്യാരക്ടർ ഉണ്ട്, മീൻസ് ഒരു അക്ഷരം. ഇപ്പം മലയാളത്തിൽ ആ ഇ എന്ന് പറയുന്നില്ലേ, അതേപോലെ ചൈനീസിൽ ഒരു അക്ഷരം എഴുതുമ്പോൾ കുറെ അധികം വരകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് കുറെ അധികം വരകൾ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിൽ മണ്ടയിൽ അങ്ങനെ കുറെ വരകൾ കാണും. അങ്ങനെ ഒരു അക്ഷരത്തിന്റെ കുറെ വരകൾ പല സ്ഥലത്തായിട്ട് വിഭജിച്ച് കിടക്കുകയാണ്. ആ വരകളിലെല്ലാം ഒരുമിച്ച് ഞെക്കിയാൽ മാത്രമേ ഇവർക്ക് ഈ ഡോറ് തുറക്കാൻ പറ്റൂ. അപ്പോൾ ഒരാളെ കൊണ്ട് മാത്രം പറ്റത്തില്ല, ടീമായിട്ട് തിരിഞ്ഞാൽ മാത്രമേ എല്ലാ അക്ഷരത്തിലും ഒരേ സമയത്ത് ഞെക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ? അങ്ങനെ ഹീറോയിന്റെ അച്ഛൻ ഒരു ടീം ഉണ്ടാക്കുകയാണ്. ഹീറോയിന്റെ അച്ഛനും കൂട്ടുകാരി പെൺകുട്ടിയും ഒരു ടീം, ഹീറോയിനും ഒരു ടീം, പിന്നെ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും സീനിയർ പെൺകുട്ടി ഒരു ടീം, ഷോർട്ട് ഹെയർ ഫാൻ ബോയ് ഒരു ടീം, റൗഡി പയ്യന്മാർ, അതായത് അമൂൽ പയ്യൻ, റൗഡി പയ്യൻ, പിന്നെ കൂട്ടുകാരൻ പയ്യൻ, അവരെല്ലാം ഒരു ടീം. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ എത്ര ടീമായി എണ്ണി നോക്ക്. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി. എന്തായാലും എല്ലാവരും പല വഴിക്ക് പോവാണ് ആ അക്ഷരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ആദ്യമായിട്ട് റൗഡി പയ്യന്മാരാണ് കേട്ടോ പോകുന്നത്. എന്നാൽ ഈ റൗഡി പയ്യന്മാർ പോകുന്ന നേരത്ത് അവിടെ ഒന്നും കാണുന്നില്ല, അവന്മാർ അവിടെ എല്ലാം തപ്പുന്നുണ്ട്. ഇതിനുശേഷം സീനിയർ പെൺകുട്ടിയും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും അവർ രണ്ടുപേരും ആണെങ്കിൽ ഹീറോയിൻ കിടന്ന ആ റൂമിൽ വരികയാണ്. അപ്പൊ ഈ സീനിയർ പെൺകുട്ടിയുടെ അടുത്ത് ഇൻഫ്ലുവൻസർ
പെൺകുട്ടി ക്ഷമ പറയുന്നുണ്ട്. കാരണം ഇൻഫ്ലുവൻസർ പെൺകുട്ടി വിചാരിച്ചിരിക്കുന്നത് അത് ഇൻഫ്ലുവൻസർ പെൺകുട്ടി കാരണമാണ് സീനിയർ പെൺകുട്ടി ആ VR എടുത്ത് തലയിൽ വെച്ചിട്ട് സീനിയർ പെൺകുട്ടി ഈ ഗെയിമിലോട്ട് വന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി സീനിയർ പെൺകുട്ടി എടുത്ത് മാപ്പ് പറയുന്നുണ്ട്, അതായത് ക്ഷമ പറയുന്നുണ്ട്. ഇത് കേട്ട നേരത്തെ സീനിയർ പെൺകുട്ടി പറയുന്നുണ്ട്, നീ ഇനി ആ ഗെയിം ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് വെക്കാതിരിക്കത്തില്ല. കാരണം ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഞാൻ കളിച്ചില്ലേ, ഇത് അടിപൊളി ഗെയിമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത് എന്താ, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഇതിനകത്തോട്ട് ഞാൻ വന്നേനെ. ഇത് ഇത്ര അപകടമായിരുന്നാലും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ, എനിക്കിപ്പോൾ ആരെയൊക്കെ അറിയാം, എത്ര ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, ഞാൻ ഒരുപാട് സന്തോഷത്തില്ല. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ അവർ തമ്മിൽ പറഞ്ഞു തീർക്കാണ്, അതായത് അവർ തമ്മിൽ കൂട്ടുകാരാണ്. അപ്പോൾ ഇൻഫ്ലുവൻസർ പെൺകുട്ടി തൊട്ട് സൈഡിൽ തന്നെ ഒരു സ്വിച്ച് കാണുകയാണ്, അതായത് ഒരു അക്ഷരത്തിന്റെ ഒരു വര, അതായത് ചൈനീസ് അക്ഷരമാണ് കേട്ടോ. അപ്പോൾ ഈ വര വെച്ചിട്ടാണ് ചൈനീസ് അക്ഷരം എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വര അതിനകത്തുണ്ട്. നിങ്ങൾ കണ്ടോ ആ വര? ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പം അതെന്താന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിനുശേഷം ഹീറോയിൻ്റെ അച്ഛനെയും പിന്നെ കൂട്ടുകാരി പെൺകുട്ടീനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ആ കൺട്രോൾ റൂമിൽ വന്നേക്കാണ് കേട്ടോ. അതായത് ഹീറോ നേരത്തെ കൺട്രോൾ റൂമിൽ നിന്ന സമയത്ത് അവൻ ആ ക്യാരക്ടർ കണ്ടായിരുന്നു, ആ അക്ഷരം കണ്ടായിരുന്നു. അപ്പോൾ അവനാണ് പറഞ്ഞു കൊടുത്തത് ഇവിടെ ഇങ്ങനെ ക്യാരക്ടർ ഉണ്ട്, അവിടെ പോയി നോക്കിയാൽ മതി എന്ന്. അങ്ങനെ അച്ഛനും കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ അവിടെ വന്ന് നോക്കുകയാണ്, ആ ക്യാരക്ടർ കണ്ടുപിടിക്കുകയാണ്, അതായത് ആ അക്ഷരം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇനി അവർ കണ്ടുപിടിച്ചല്ലോ, ഇനി അവിടെ നിന്നാൽ മതി, അവർക്ക് ആ സ്വിച്ച് ഞെക്കിയാൽ മതി, ബാക്കി എല്ലാവരും ഒരുമിച്ച് ഞെക്കണം, എന്നാലേ ഇത് വർക്ക് ആവത്തുള്ളൂ. ഇതിനുശേഷം റൗഡി പയ്യന്മാരെ കാണിക്കുകയാണ് കേട്ടോ. അവന്മാർക്ക് ഇതുവരെ ആ ക്യാരക്ടർ കിട്ടിയില്ല, അതായത് ആ അക്ഷരം കിട്ടിയില്ല, അക്ഷരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ. അങ്ങനെ അവന്മാർ അവിടെ മൊത്തം തപ്പി നടക്കുകയാണ്. ഇതേ നേരം ആ അക്ഷരം കണ്ടുപിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പൽ അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ റൗഡി പയ്യൻ പറയാണ് അതൊന്ന് വരയ്ക്കാൻ. അങ്ങനെ കൂട്ടുകാരൻ പയ്യനാണെങ്കിൽ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിനകത്ത് വരയ്ക്കുകയാണ്, ഫിറ്റിയിൽ വരയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ അക്ഷരം കണ്ടോ? ആ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലായോ? അതിനകത്ത് കുറേ അധികം വരയില്ലേ, കണ്ടോ? അതിനകത്ത് ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലത്തായിട്ട് വിഭജിച്ച് കിടക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ അക്ഷരങ്ങളിൽ ഒരുമിച്ച് ഞെക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയും മനസ്സിലായില്ലെന്ന് പറയല്ലേ. അപ്പൊ ഇത് കണ്ട റൗഡി പയ്യന് എന്തോ മനസ്സിൽ കിട്ടുകയാണ് കേട്ടോ, എവിടോ കണ്ടാണ് ഓർമ്മ. അങ്ങനെ അവ എങ്ങോട്ടോ പോവാണ്, ബാക്കിയുള്ള ആൾക്കാർ കൂടെ ചെല്ലുന്നുണ്ട്. ഇതിനുശേഷം ഷോർട്ട് ഹെയറിനെ ഫാൻ ബോയിനെ കാണിക്കുകയാണ്. അവര് ആ ഡോറിന്റെ അടുത്ത് ഇരിക്കുകയാണ്, അതായത് ആ ട്രയാങ്കിൾ ഡോറിന്റെ അടുത്ത്. ആ ട്രയാങ്കിൾ ഡോറിന്റെ തൊട്ട് താഴെയാണെങ്കിൽ വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ അച്ഛനാണ് അവരുടെ അടുത്ത് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്, അത് നോക്കിക്കണം, ഒരുമിച്ച് ഞെക്കണമെന്ന്. അപ്പൊ മറ്റേ ബോട്ട്സ് എല്ലാം അനങ്ങാതെ നിൽക്കുമല്ലേ, അവരനങ്ങത്തില്ലെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഇനി അനങ്ങുമെന്നും അറിയത്തില്ല. എന്തായാലും ഈ ബോസിനെ കാണിക്കുകയാണ് കേട്ടോ. നേരത്തെ ആ സെർവർ റൂം, അതായത് ആ സെർവർ തട്ടിയിട്ടുകൊണ്ട് തന്നെ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ ആ സ്റ്റിക്ക് വെച്ച് അടിച്ചുറക്കി കളഞ്ഞു, അതായത് ബോധം കെടുത്തി കളഞ്ഞു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇപ്പൊ ചെറിയ ബോധമേ ഉള്ളൂ. ഇതേ നേരം അയാളാണെങ്കിൽ ആ സെർവർ റൂമൊക്കെ കണക്ട് ചെയ്യാണ്, അതായത് ആ കണക്ഷൻ എല്ലാം തട്ടിക്കളഞ്ഞ കണക്ഷൻ എല്ലാം റെഡിയാക്കുകയാണ്. എന്നിട്ട് കമ്പ്യൂട്ടറിൽ ബാക്കിയെല്ലാം പ്രോഗ്രാം ചെയ്ത് പഴയത് കണക്കാക്കുകയാണ്. അതായത് ആ ബോട്ട്സ് എന്തായാലും ഇനി അനങ്ങാൻ പോവാണ്. ബോട്ട്സിനെ വീണ്ടും പ്രോഗ്രാം ചെയ്ത് പഴയത് കണക്ക് കറക്റ്റ് ആക്കുകയാണ്. അപ്പൊ ഈ ഫാൻ ബോയ് ഷോർട്ട് ഹെയർ അവരെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവരാണെങ്കിൽ അനങ്ങി തുടങ്ങി. ഇവർ രണ്ടുപേരേ ഉള്ളൂ, ഇവർക്ക് രണ്ടുപേർക്ക് ഇവരെല്ലാവരെയും ഒറ്റയ്ക്ക് നേരിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരും ഒരു വാക്കി ടോക്കി ഉണ്ട്, അതായത് ഈ ബോട്ട്സിന്റെ എടുത്ത വാക്കി ടോക്കി തന്നെയാണ്. ആ വാക്കി ടോക്കിയിൽ സംസാരിക്കുകയാണ് ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത്. ഇത് കണക്ക് ഈ ബോട്ട്സ് അനങ്ങി തുടങ്ങി, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഹീറോയിന്റെ അച്ഛനും കൂട്ടുകാരി പെൺകുട്ടിയും ഒരു റൂമിലല്ലേ നിൽക്കുന്നത്, അതായത് ആ കൺട്രോൾ റൂമിലല്ലേ നിൽക്കുന്നത്. ആ കൺട്രോൾ റൂമിൽ നിന്നിട്ട് എല്ലാ ക്യാമറ ആക്സസ് ആണ്, എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ പുള്ളിക്കാരൻ നോക്കുന്ന സമയത്ത് ഈ പറയുന്നതെല്ലാം സത്യമാണ്, ആ ബോട്ട്സ് അനങ്ങുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട അച്ഛനാണെങ്കിൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഓടി ക്യാൻറ്റീനിലോട്ട് പോകാൻ. അപ്പൊ ഇവരിത് കേട്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഓടി ക്യാൻറ്റീനിലോട്ട് പോവാണ്. ഇതേ സമയം തന്നെ ഈ ബോട്ട്സിനെ കനക്കം വന്ന് ഇവരാണെങ്കിൽ പിറകെ സോംബികളെ പോലെ ഓടി ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ ഈ ബോട്ട്സ് ആണെങ്കിൽ ഇവരുടെ പിറകെ ഓടി ക്യാൻറ്റീനിൽ വരികയാണ്. എന്നാൽ ഈ ബോട്ട്സ് പ്രതീക്ഷിച്ച് കണക്കുന്നല്ല കേട്ടോ. അവിടെ ഹീറോയും ഹീറോയിനും പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്ന് ആരൊക്കെയാണ്, ഫാൻ ബോയും ഷോർട്ട് ഹെയറും. അവരാണെങ്കിൽ ഒരു പൊക്കപ്പുറത്ത് കയറി നിൽക്കുകയാണ്. ഇതേ നേരം ഹീറോയിന്റെ അച്ഛനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ കൺട്രോൾ റൂമിലല്ലേ നിൽക്കുന്നത്. അപ്പം ഈ ഗെയിമിലുള്ള എല്ലാം പുള്ളിക്കാരനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുക ഓണാക്കി ഇടുകയാണ്. ആ ട്രോമയുടെ പുകയില്ലേ, അതടിച്ചാൽ ഈ ബോട്ട്സ് ആയിരുന്നാലും ഉറങ്ങിപ്പോവും. അത് ഓണാക്കി വിടുകയാണ്. ഈ ബോട്ട്സ് ഒക്കെ ഓരോന്നായിട്ട് ബോധം കെട്ട് വീഴുകയാണ്. നിങ്ങളിപ്പം വിചാരിക്കും ഹീറോയ്ക്കും ഹീറോയിനൊന്നും ഇത് അടിക്കത്തില്ലെന്ന്. കാരണം അവർ ടിഷ്യൂ പേപ്പർ നനച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് മുഖത്ത് വെച്ച് ഒപ്പാണ് കേട്ടോ. അപ്പൊ അവർ ശ്വസിക്കത്തില്ല. ബാക്കിയുള്ള ബോട്ട്സ് എല്ലാം ട്രോമയിൽ പോയി ഇവരാണെങ്കിൽ ഇപ്പോഴും ബോധത്തോടെയുണ്ട്. അത് ആലോചിക്കണം. ഷോർട്ട് ഹെയർ ഫാൻ ബോയും ഉണ്ട് കേട്ടോ. എന്തായാലും അവർ ആ ക്യാരക്ടർ ആ ക്യാൻറ്റീനിൽ തന്നെ പരതാണ്. അങ്ങനെ പരതി പെട്ടെന്നൊരു ബോട്ട് തറയിൽ വന്ന് വീഴാണ്. അതായത് ഈ പുകയടിച്ച സമയത്ത് അതാണെങ്കിൽ ബോധം കെട്ട് ഫിറ്റിയിൽ ചാരി നിൽക്കുകയാണ്. ഡയറക്റ്റ് താഴെ വന്ന് വീണു. ഇതിന് ശേഷം അപ്പോഴത്തേക്കാണെങ്കിൽ അവർക്ക് മനസ്സിലായി ആ ക്യാരക്ടർ അവിടാന്ന്. അങ്ങനെ ഈ ബോട്ട് തന്നെ അറിയാത്തവർക്ക് കാണിച്ചു കൊടുത്ത് ആ ക്യാരക്ടർ, ആ സ്വിച്ച് എവിടാന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത്. അങ്ങനെ അവർ ആ സ്വിച്ച് കണ്ടുപിടിക്കുകയാണ്. ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത് വോക്കി ടോക്കി വഴി വിളിച്ച് പറയാണ് ഇനി കണ്ടുപിടിക്കുക ആരാണ് ബാക്കിയുള്ളത്, അതായത് റൗഡി പയ്യന്മാരാണ് ബാക്കിയുള്ളത്, ഇനി സ്വിച്ച് കണ്ടുപിടിക്കുക. എന്തായാലും ഹീറോയിന്റെ അച്ഛൻ പറയാണ് ഹീറോയിനും കൂടെ ആ ട്രയാങ്കിൾ ഡോറിന്റെ അവിടെ പോകും, ആ സ്വിച്ചിന്റെ അവിടെ പോകാൻ. ബാക്കി ഷോർട്ട് ഹെയറും ഫാൻ ബോയും ആ ബോട്ട്സിന്റെ ഇടയിൽ തന്നെ ആ സ്വിച്ചിന്റെ അവിടെ നിൽക്കാൻ പറയുന്നു. ഇതിനുശേഷം റൗഡി പയ്യന്മാരെ കാണിക്കുകയാണ് കേട്ടോ. ഈ റൗഡി പയ്യന്റെ റൂമിൽ തന്നെ അതേ സെയിം
സെയിം സിമ്പിൾ റൗഡി പയ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ അത് ഓർത്തിട്ടാണ് ആ റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. ഈ റൂമിൽ വന്നിട്ട് ആ സിമ്പിൾ കണ്ടുപിടിക്കുകയാണ്. ഇതിനുശേഷം വാക്കി ടോക്കി വഴി എല്ലായിടത്തും വിളിച്ച് പറയാണ് ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് ആ സ്വിച്ച് ഞെക്കാണ്. എല്ലാവരും പലയിടത്താണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആ സ്വിച്ച് ഞെക്കുന്ന നേരത്ത് ആ ഡോറ് പതിയെ ഓപ്പൺ ആവാണ്. ഇതിനുശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ആ ഡോറിന്റെ അകത്തൂടെ കയറാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ആ ഡോറിന്റെ അകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാ ഉള്ളതെന്ന്. ഇതേ നേരം ബോസിനെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ബോസിന്റെ അടുത്ത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് നിർത്ത്, ഇത് വേണ്ട, ഇതൊരിക്കലും ശരിയല്ല, ആ കുട്ടികളെ ഇനി ദ്രോഹിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിങ്ങളുടെ മോള് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കുട്ടികളെ എങ്ങനെ ദ്രോഹിക്കേണ്ട കാര്യമില്ല. അവരിതിനകത്തൊന്നും വന്നിട്ടില്ല, അവർക്ക് ഇതിനകത്തൊരു പങ്കുമില്ല, അവരെ വെറുതെ വിട്ടൂടെ. ഇത് കേട്ട ബോസ് പറയാണ് അവരെ വെറുതെ വിടാൻ പറ്റത്തില്ല, കാരണം അവർ തന്നെ ഏറ്റെടുത്ത ഒരു ജീവിതമാണ് അവരുടെ എന്ന്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെയാണ് ഈ ബോസ് അവരുടെ അടുത്ത് പറയുന്നത്, അതായത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത്. എന്തായാലും ബോസ് പറയാണ് ഇനി സമയമുണ്ട്, നമുക്ക് നിർത്താന്ന് പറഞ്ഞിട്ട് ഈ സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെ വീണ്ടും അടിച്ചുറക്കാണ്, അതായത് ബോധം കെടുത്തി കളയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആ സെർവർ റൂമിൽ ഒന്നുമില്ല, ആ ഡോറിന്റെ അകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറും കുറച്ച് സെർവേഴ്സും മാത്രമേ ഉള്ളൂ. ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ വേറെ കുറേയൊക്കെ എക്സ്പെക്ട് ചെയ്ത് വെച്ചായിരുന്നു, പക്ഷെ ഒന്നുമില്ല അതിനകത്ത് പറ്റിച്ച്. എന്തായാലും ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുന്ന നേരത്ത്, അതായത് എന്തോ അപ്ഡേറ്റോ അല്ലെങ്കിൽ കോഡോ ചെയ്യുന്ന നേരത്ത് അവിടുത്തെ ഡോർ ഓപ്പൺ ആവുകയാണ്, അതായത് ഒറിജിനൽ ജീവിതത്തിലോട്ട് പോകാനുള്ള ഡോർ. അപ്പോൾ അത് ഓപ്പൺ ആവുന്ന നേരത്ത് ആദ്യം റൗഡി പയ്യന്മാരെ പറഞ്ഞു വിടുകയാണ്, അതായത് അമൂൽ പയ്യൻ, കൂട്ടുകാരൻ പയ്യൻ, പിന്നെ റൗഡി പയ്യൻ. ഇതിനുശേഷം സീനിയർ പെൺകുട്ടീനെയും ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെയും പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫാൻ ബോയിനെയും പിന്നെ ഷോർട്ട് ഹെയറിനെയും പറഞ്ഞു വിടുകയാണ്. ഇപ്പം ബാക്കി ആരൊക്കെയാണുള്ളത്, അതായത് അച്ഛൻ, ഹീറോയിൻ, ഹീറോ, ഇവർ മൂന്നുപേരെ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. ഇതേ നേരം തന്നെ കമ്പ്യൂട്ടർ വഴി ഒരു കാര്യം കാണുകയാണ്, അതായത് പുതിയൊരാൾ ഈ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, അത് ബോസ് ആണ് കേട്ടോ. ബോസ് ഡയറക്റ്റ് വന്ന് ഇവരെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നാൽ ഹീറോയും ഹീറോയിൻ്റെ അച്ഛനും മാത്രമേ ഇത് കാണുന്നുള്ളൂ, ഹീറോയിന് ഇത് അറിയത്തില്ല. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ആ ഡോറിന്റെ അടുത്ത്, അതായത് പുതിയ ഡോറിന്റെ അടുത്ത്, വാതിലിന്റെ അടുത്ത്. എന്നിട്ട് ഹീറോയിനെ ഒറ്റ തള്ളാണ് അതിന്റെ അകത്തോട്ട്. കാരണം ഇനി ബോസ് വന്നെന്ന് പറഞ്ഞാൽ ഹീറോയിൻ എന്തായാലും ഇതിന്റെ അകത്തോട്ട് പോകത്തില്ല, അവൾ ഇവിടെ വാശി പിടിച്ച് നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഹീറോ ഇത് മനസ്സിലാക്കിയിട്ട് ഹീറോയിനെ ആ ഡോറിനകത്തോട്ട് തള്ളി വിട്ടത് കേട്ടോ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ജീവിതത്തിലോട്ട് പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, അതായത് കൂട്ടുകാരി പെൺകുട്ടി ഉണ്ടായിരുന്നു, കൂട്ടുകാരി പെൺകുട്ടിയെ ഒറ്റയ്ക്കാണ് പറഞ്ഞു വിട്ടത്, അവള് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഹീറോയിൻ ആണെങ്കിൽ ഗെയിമിൽ നിന്ന് പുറത്തു വന്ന ഉടനെ ആ സോഫയ്ക്കകത്താണ് വരുന്നത്, അതായത് ആ മറ്റേ ആ ഗെയിം കളിക്കുന്ന റൂമില്ലേ, ആ സെർവർ റൂമിലാണ് വരുന്നത്. അങ്ങനെ നച്ചര വെച്ചിട്ട് അടിച്ചു കളഞ്ഞ് ആ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു മെറ്റൽ ബാറ്റ് വെച്ചാണ് അടിച്ചത്. എന്തായാലും പുള്ളിക്കാരനെ പിടിച്ച് എണീപ്പിക്കുകയാണ്, ഇത്രയും സഹായിച്ചല്ലേ. ഇതിനുശേഷം ഗെയിമിലാണ് കാണിക്കുന്നത്, അതായത് ഹീറോയും അച്ഛനും. അപ്പൊ ഈ അച്ഛൻ്റെ അടുത്തോട്ടാണെങ്കിൽ ബോസ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബോസ് വന്നിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഹീറോനെ കാണാനില്ല, ബോസിന് അറിയത്തില്ല ഹീറോ ഈ ഗെയിമിലുള്ള കാര്യം. അപ്പം ബോസിനെ കണ്ട ഉടനെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ എണീറ്റിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്. നമ്മൾ എന്തായാലും ഈ ഗെയിമിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര നാളെടുത്തിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഓരോ ടൈം ഇങ്ങനെ ചെലവാക്കിയത്, നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നീ ഈ ഗെയിം മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്, മോളെ കൊന്ന ആൾക്കാർക്ക് വേണ്ടി പ്രതികാരം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ആവശ്യമുണ്ടോ? ഇതൊരു നല്ല ഗെയിമല്ലേ, ഇതൊരു ഹിസ്റ്ററി സൃഷ്ടിക്കേണ്ട ഗെയിമല്ലേ, എന്തിനാണ് നമ്മളിങ്ങനെ ഒരു മോശപ്പെട്ട പാതയിൽ പോകുന്നത്? ഈ ഗെയിം ഒന്നും കൂടെ റെഡിയാക്കി, അതായത് ആൾക്കാർ മരിക്കുമ്പോൾ കോമയിൽ പോകുന്ന ആ ബഗ് എടുത്ത് മാറ്റിയിട്ട് ഈ ഗെയിമിനെ ഒന്നും കൂടെ അടിപൊളിയാക്കി എടുക്കാം, നീ ഒന്ന് കൂടെ നിന്നാൽ മതി എന്ന് ഹീറോയിൻ്റെ അച്ഛൻ ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാലും ബോസ് ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല, പിന്നെ സമ്മതിക്കും. പക്ഷെ ഇവിടാണ് കേട്ടോ ഒരു ട്വിസ്റ്റ്, അതായത് ഹീറോയിൻ്റെ അച്ഛന് കോഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം വേണം പ്രോസസ് ചെയ്യാനായിട്ട്. അപ്പം ഹീറോ ആണെങ്കിൽ തൊട്ട് സൈഡിൽ വേറൊരു മിനി കമ്പ്യൂട്ടർ ഉണ്ട്, ആ മിനി കമ്പ്യൂട്ടർ വഴി കോഡ് ചെയ്യുകയാണ്, അതായത് ഈ ഗെയിം നശിച്ചു പോകാൻ ഒരു കോഡ്, അത് 10 മിനിറ്റിനുള്ളിൽ ഈ ഗെയിം നശിച്ചു പോകും. അതിന് വേണ്ടിയിട്ട് സമയം എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഈ ബോസിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു പദ്ധതി അവരിട്ടത്. അതേപോലെ തന്നെ അവർ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ബോസിന് ഇത് മനസ്സിലായി കേട്ടോ. അപ്പൊ ബോസിന് ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് ഓടി വന്നിട്ട് അച്ഛനെ പെട്ടെന്ന് ഗെയിമിന്റെ പുറത്തോട്ട് തട്ടി വിടുകയാണ്. അപ്പൊ അച്ഛനാണെങ്കിൽ ലൈഫിലോട്ട് പോയി. എന്നാൽ ഹീറോയും ബോസും ആ ഗെയിമിൽ കിടന്ന് വൻ അടിയാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. ഹീറോനെയും പോകാൻ സമ്മതിക്കില്ല, ഈ ബോസിനെയും പോകാൻ സമ്മതിക്കില്ല. ഈ ബോസ് ആണെങ്കിൽ ഗെയിം നശിക്കാൻ പോകുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷനിൽ ഹീറോനെ ആണെങ്കിൽ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്, തൊഴിക്കുന്നുണ്ട്, എന്താ പറയാ, തള്ളിയിടുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും അടി കൂടി ക്ഷീണിച്ചിട്ട് ഒരു സൈഡിൽ ഇരിക്കുകയാണ്. ഇതേ നേരം ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല, നിങ്ങളൊരു നല്ല മനുഷ്യനെന്ന് എനിക്കറിയാം. ഈ ലോകം, അതായത് വില്ലൻസ് ആർ നോട്ട് ബോൺ അല്ലേ, വില്ലൻസ് ആർ ക്രിയേറ്റഡ് ബൈ സൊസൈറ്റി അല്ലേ, അങ്ങനല്ലേ ആ കോട്ട്. അപ്പൊ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ സൊസൈറ്റി കാരണമാണ് നിങ്ങൾ ഇങ്ങനെ ആയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സൊസൈറ്റിയാണ് നിങ്ങളുടെ മോളെ കൊന്നത്, എനിക്കറിയാം, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു അച്ഛന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സത്യം പറയാൻ നിങ്ങൾക്ക് മോളുടെ പ്രതികാരത്തിന് വേണ്ടിയൊന്നുമല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു നല്ല അച്ഛനായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചൂടെ? നിങ്ങളുടെ മോള് ഇപ്പം ജീവനോട്ടം ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഒരു അച്ഛനെ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ നേരത്ത്, അതായത് ഹീറോ ബോസിന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞ നേരത്ത് ബോസിനൊരു മനസ്സിൽ
മനസ്സിലാവുകയാണ് ഈ ചെയ്തതെല്ലാം തെറ്റാന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഒരുപാട് വൈകി പോയോട്ടോ. ഇനി ഈ ഗെയിം നശിച്ചു പോകാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഈ ഗെയിം നശിക്കുന്ന കൂട്ടത്തിൽ ഇവർ നശിച്ചു പോകും. അതിനുള്ളിൽ ഗെയിമിൽ നിന്ന് പുറത്ത് കിടക്കണം. അതുകൊണ്ട് തന്നെ ബോസ് ആണെങ്കിൽ ഹീറോനെ പിടിക്കുകയാണ് കേട്ടോ. അതായത് ഗെയിമിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട്. ഇപ്പം ബോസ് ഒരു നല്ല ആളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഹീറോനെയും പിടിച്ചോണ്ട് വരികയാണ്. ഇതേ സമയം തന്നെ തൊട്ടടുത്തുള്ള എല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട്. തീയൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഈ ഗെയിം ഇപ്പം നശിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഹീറോ ആണെങ്കിൽ ഒരു ത്യാഗം ചെയ്യുകയാണ് കേട്ടോ. ഈ ബോസിനെ പെട്ടെന്ന് പിടിച്ച് ഗെയിമിലോട്ട് തള്ളി വിടുകയാണ്. അതായത് ഇത്രയും നേരം ദ്രോഹിച്ച ബോസിനെ അവൻ സ്വന്തം ജീവൻ ത്യാഗം ചെയ്തിട്ട് ആ ഗെയിമിലോട്ട് തള്ളി വിടുകയാണ്. ഗെയിമിലോട്ടല്ല, ഗെയിമിന്റെ പുറത്തോട്ട് തള്ളി വിടുകയാണ്. അപ്പം ബോസ് എന്തായാലും ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങും, ജീവിതത്തിലോട്ട് തിരിച്ചു വരും. എന്നാൽ ഹീറോ മാത്രം പുറത്തിറങ്ങൂല കേട്ടോ. ഹീറോ ആണെങ്കിൽ അവിടെ കിടക്കുകയാണ്. അവിടെ തീയുടെ ഇടയിൽ കിടക്കുകയാണ്. അവന്റെ കണ്ണടഞ്ഞു പോവാണ്. നല്ല ക്ഷീണമുണ്ട്. അവനാണെങ്കിൽ എണീക്കാനോ നടക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.